അങ്ങനെ രാവിലെ ആയപ്പോഴേക്കും ട്രെയിൻ ഓൾമോസ്റ്റ് ലാവോച്ചായി, അതായത് നമുക്ക് ഇറങ്ങേണ്ട സ്റ്റേഷൻ എത്താറായി. സാപ്പയിലേക്ക് ഡയറക്റ്റ് ട്രെയിൻ ഇല്ല, നമുക്ക് ഇറങ്ങേണ്ടത് ലാവോച്ചായ് സ്റ്റേഷനിലാണ്. ഇവിടെ നിന്ന് ഓൾമോസ്റ്റ് ഒരു 35 കിലോമീറ്റർ, ഒരു 1 hour ജേർണി ഉണ്ട് സാപ്പയിലേക്ക് എത്താൻ. ഞങ്ങൾ ഓൾറെഡി ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. സോ ആ ഹോട്ടലിന് ഫ്രീ ആയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിക്കപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെ റിസീവ് ചെയ്യാനായിട്ട് ഹോട്ടലിൻ്റെ ആൾക്കാരുണ്ടായിരുന്നു. സാപ്പയിലേക്കുള്ള ജേർണി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഞങ്ങളെ കൂടാണ്ട് വേറൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ കൂടെ ഞങ്ങളുടെ ഒപ്പം വണ്ടിയിലുണ്ടായിരുന്നു. അവർ വേറെ ഏതോ ഒരു ഹോട്ടലിൽ ഇറങ്ങാനുള്ളവരായിരുന്നു. കുറച്ച് ദൂരം ചെന്നപ്പോഴേക്കും ക്ലൈമറ്റൊക്കെ ആകെ മാറി, ഫുൾ കോട മൂടി. സാപ്പ ഈ ഒരു മിസ്റ്റി ക്ലൈമറ്റിനും ഇവിടുത്തെ റൈസ് ടെറസിനും ഇവിടുത്തെ മൈനോറിറ്റി കൾച്ചേഴ്സിനും ഒക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. ഇവിടെയുള്ള റൂഫ് ഓഫ് ഇൻഡോ ചൈന എന്നറിയപ്പെടുന്ന ഫാൻസി പാനും കാറ്റ് വില്ലേജും അങ്ങനെ ഒരുപാട് ട്രെക്കിംഗ് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ സാപ്പയിലുണ്ട്. ഒരു കുഞ്ഞു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എണീറ്റപ്പോഴേക്കും ഓൾമോസ്റ്റ് സാപ്പ സെൻറ്ററിലേക്ക് എത്തിയിരുന്നു. ഫുൾ ബിൽഡിങ്ങുകളും ഫ്ലാഗും ലൈറ്റും ഒക്കെ ആയിട്ട് ഭയങ്കര ലൈവ്ലി ആയിട്ടുള്ള, എന്നാൽ മിസ്റ്റിൽ മൂടി നിൽക്കുന്ന സാപ്പ ടൗൺ. അടിപൊളിയായിട്ട് ഇവർ നട്ടുവച്ചിരിക്കുന്ന പൂക്കളും അവിടുത്തെ ഒരു പാർക്കും ഒക്കെ തന്നെ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള കാഴ്ചകളായിരുന്നു. ഒരു കുഞ്ഞ് മഴയൊക്കെ പെയ്ത് നിൽക്കുന്നത് കൊണ്ടിട്ട് അതിൻ്റേതായൊരു ലേസി മൂഡിലായിരുന്നു സാപ്പ ഞങ്ങളെ വെൽക്കം ചെയ്തത്. ഞങ്ങളുടെ ഒപ്പം ഉണ്ടായ ഗ്രൂപ്പിൻ്റെ ഹോട്ടലായിരുന്നു ഫസ്റ്റ് എത്തിയത്. അവിടെ അവരെ ഇറക്കി വിട്ടിട്ടാണ് ഞങ്ങളെ ഇറക്കാനായിട്ട് പോയത്. ഇവിടെ ലാംഗ്വേജ് ഒരു ബാരിയർ ആയതുകൊണ്ട് ഇവരിങ്ങനെ നെയിം കാർഡ് എഴുതി പൊക്കി പിടിച്ചിട്ട് ഇവിടെ ഇറങ്ങിക്കോളാൻ പറയുകയാണ് ചെയ്യുക. ഇവിടെ ഉള്ളവർ ഇംഗ്ലീഷ് അത്ര എല്ലാവർക്കും അറിയുന്ന ലാംഗ്വേജ് അല്ല. സോ ഉറപ്പായിട്ടും ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്താലാണ് ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ തൊട്ടടുത്തുള്ള ഞങ്ങളുടെ സാപ്പ ഹിൽ ഹോട്ടലിലേക്ക് എത്തി. ചെക്ക് ഇൻ 2 മണിക്കായതുകൊണ്ട് ഞങ്ങൾ നേരത്തെ എത്തിയോണ്ടും ഞങ്ങൾക്കൊരു റൂമിൽ ലഗേജ് വയ്ക്കാനുള്ള ഫെസിലിറ്റീസ് വന്നു. ഫ്രഷപ്പ് ആവാനായിട്ട് വാഷ്റൂമും ഒക്കെ കിട്ടി. അങ്ങനെ പെട്ടെന്ന് ഫ്രഷപ്പ് ഒക്കെ ആയി. സാപ്പയിൽ ഞങ്ങളുടെ ഒരു ഫസ്റ്റ് വാക്കാണ്. ഞങ്ങൾ നടന്ന് ഞങ്ങൾക്ക് നോക്കിയപ്പം ഓൾമോസ്റ്റ് ഞങ്ങൾ രാവിലെ തന്നെ എത്തിയോണ്ടിട്ട് കുറച്ച് സമയമുണ്ട് റൂം റെഡി ആവാൻ. അപ്പം അടുത്ത് എവിടെയെങ്കിലും പോയി ഫുഡ് കഴിക്കുക, പിന്നെ അടുത്തുള്ള എന്തെങ്കിലും കാഴ്ചകൾ കാണുക എന്നുള്ളൊരു പ്ലാനിലാണ് നടത്തം സ്റ്റാർട്ട് ചെയ്തത്. എപ്പോഴും ഒരു പുതിയ സ്ഥലത്ത് നിന്ന് ബാഗൊക്കെ വെച്ചിട്ട് ആദ്യമായിട്ട് ഇറങ്ങി നടക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണല്ലോ. ഇവിടെ നോക്കുക, നല്ല അടിപൊളി ഫ്ലവേഴ്സും അങ്ങനെ ഭയങ്കര വൈബ്രൻറ്റ് കളറുള്ള നല്ല രസമുള്ള ബിൽഡിങ്സും ഒക്കെ ആയിട്ട് സാപ്പ എന്തോ ഫസ്റ്റ് ലുക്കിൽ തന്നെ ഇഷ്ടം തോന്നുന്ന സ്ഥലമായി മാറി. ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 600 മീറ്റർ ആയിരുന്നു മൊവാന കഫേയിലേക്ക് കാണിച്ചിരുന്നത്. മൊവാന കഫേ സാപ്പയിൽ വിസിറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചിരുന്ന പ്ലേസ് ആയതുകൊണ്ടും ഇത്ര അടുത്തായതുകൊണ്ടും ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ അങ്ങോട്ടേക്ക് നടക്കാമെന്ന്. അങ്ങനെ മൊവാന കഫേയിലേക്കായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് നടക്കുന്ന വഴിയൊക്കെ ഭയങ്കര രസമായിരുന്നു. നല്ല ഭംഗിയുള്ള കുറേ ബിൽഡിങ്ങുകളും ഒക്കെ ആയി, മഴക്കാറുള്ള ഒരു ക്ലൈമറ്റും ഒക്കെ ആയതുകൊണ്ട് ആ ഒരു ചൂടും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അങ്ങനെ മൊവാന കഫേ എത്തി. ഇവിടെ എത്തിയപ്പോഴാണ് നമുക്കിവിടെ ഈ ടിക്കറ്റ് ഒക്കെ ഉള്ള കാര്യം അറിഞ്ഞത്. ഇവിടെ ഒരാൾക്ക് 90,000 VND പെർ പേഴ്സൺ, അതായത് ഓൾമോസ്റ്റ് ഒരു 320 ഇന്ത്യൻ റുപ്പി, ഇൻക്ലൂഡിങ് ഒരു ഡ്രിങ്ക്, അതായത് ഒരു സോഫ്റ്റ് ഡ്രിങ്കോ കോഫിയോ അല്ലെങ്കിൽ ടീയോ നമുക്ക് ഈ ടിക്കറ്റിൻ്റെ കൂടെ ഫ്രീ ആയിട്ടുണ്ട്. അങ്ങനെ മനസ്സോടെയാണ് നമ്മൾ വേണോ വേണ്ടോ എന്നൊക്കെ ഒന്ന് ആലോചിച്ചെങ്കിലും നമ്മൾ ടിക്കറ്റ് എടുത്ത് കയറാം, വേറെ സമയമുണ്ട് എന്തായാലും ഹോട്ടൽ റെഡി ആവാന്ന് വെച്ചിട്ട് നമ്മൾ കയറി കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇതെടുത്തില്ലായിരുന്നു നഷ്ടമായി പോയാനേന്ന്. ബിക്കോസ് ഇത്
അത്ര അടിപൊളിയായിട്ടാണ് അവർ പണിത് വെച്ചേക്കുന്നത്. ആ പൈസ വാങ്ങുന്ന ഒരു നഷ്ടമുണ്ട് നമുക്ക് തോന്നില്ല. അത്രയും ഇൻസ്റ്റഗ്രാമബിൾ ആയിട്ടുള്ള ഒരു സ്ഥലം. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ അത്രയും നല്ലൊരു സ്ഥലം പണിത് വെച്ചിരിക്കുന്നതാണ്. ഇവിടുത്തെ വ്യൂ ആണെങ്കിലും അവർ പണിത് വെച്ചിരിക്കുന്ന ഓരോ സ്ട്രക്ചറും എല്ലാം ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിന് വേണ്ടിയിട്ടൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ എന്ത് അടിപൊളിയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചേക്കുന്നതെന്ന് നമുക്ക് ഇവിടെ വന്ന് കാണുമ്പോഴാണ് മനസ്സിലാവുക. ആരെങ്കിലും അപ്പം ഡബിൾ മൈൻഡ് ചെയ്ത് മോഹന കഫേ വേണോ വേണ്ടയോ എന്ന് ആലോചിക്കുകയാണെങ്കിൽ, അങ്ങനെ ഫോട്ടോ എടുക്കാൻ താല്പര്യമില്ല എന്നുള്ള കേസാണെങ്കിൽ ഓക്കെ, ഒഴിവാക്കിക്കോ. അല്ല, നല്ല ഫോട്ടോസും ആ ഒരു വ്യൂവും ഒക്കെ എൻജോയ് ചെയ്യാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇൻക്ലൂഡ് ചെയ്യണമെന്നേ ഞാൻ പറയുള്ളൂ. പൈസ കൊടുത്ത് ഇങ്ങനത്തെ സ്ഥലത്ത് വരുമ്പോൾ എന്തായാലും മുതലാക്കണമല്ലോ. ഓടി നടന്ന് ഫോട്ടോസും വീഡിയോസും എടുക്കലായിരുന്നു പിന്നത്തെ പരിപാടി. സമയം പോകുന്നതേ അറിയില്ല. അത്രയധികം സ്ഥലങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത്. ഒരുപാട് സ്ട്രക്ചേഴ്സ് പണിത് വെച്ചിട്ടുണ്ട്. ഓരോന്നും നമുക്ക് ഫോട്ടോ എടുക്കാനും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാനും പറ്റുന്ന രീതിയിലുള്ള നല്ല വ്യൂവും ഒക്കെ ആയിട്ടാണ് ഈ കഫേ സെറ്റ് ചെയ്തിട്ടുള്ളത്. കോടയില്ലാത്തപ്പം ഇതിൻ്റെ ബാക്കിലൊക്കെ മൗണ്ടെയ്ൻസ് കാണാൻ പറ്റും. പക്ഷെ കോടയുള്ളതുകൊണ്ടിട്ട് ആ ഒരു മൗണ്ടെയിൻ റേഞ്ച് അങ്ങനെ വിസിബിൾ ആവാത്തതാണ്. അതേപോലെ ഇവിടെ ഒരു കഫേ ഉണ്ട്. അവിടെ ഇരുന്ന് ഒരുപാട് ആൾ അവിടെ ഫുഡൊക്കെ കഴിച്ച് റിലാക്സ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് ഓൾമോസ്റ്റ് ഒരു ഈവനിങ് ആയി ഞങ്ങളവിടെ നിന്ന് ഇറങ്ങാനായിട്ട് നോക്കിയപ്പോഴേക്കും. അന്നേരം ഞാൻ അവിടെ പോയിട്ട് ആ ഫ്രീ ഡ്രിങ്കും ഒക്കെ വാങ്ങി. ആ ടൈം ആയപ്പോഴും പെട്ടെന്നൊരു മഴയൊക്കെ വന്നു. അത് കാരണം കുറച്ച് സമയം ഞങ്ങൾ പിന്നെ അവിടെ നിന്നു. തിരിച്ച് നടക്കാൻ പറ്റുന്നുണ്ടായില്ല. എല്ലാവരുടെ കയ്യിലും റെയിൻ കോട്ട് എടുക്കാൻ നമ്മൾ വിട്ടുപോയോണ്ട്. പിന്നെ ഒന്ന് മഴ ഒതുങ്ങിയപ്പം ഞങ്ങൾ ഉള്ള റെയിൻ കോട്ടൊക്കെ ഇട്ട് നടക്കാൻ തുടങ്ങി. ഇന്നത്തെ ഡേയിൽ നമുക്ക് അധികം വലിയ പ്ലാൻസ് ഒന്നുമില്ല. ഇന്ന് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യുക, രാത്രി സാപ്പയുടെ ആ ഒരു നൈറ്റ് വ്യൂ ഒക്കെ കണ്ടൊന്ന് നടക്കുക, അത്ര പ്ലാൻസ് ഒക്കെ ഉള്ളൂ. നാളെ തുടങ്ങി നമുക്ക് ഹെവി പരിപാടികളുള്ളത് കൊണ്ടിട്ട് തൽക്കാലം ഞങ്ങളുടെ ഹോട്ടലിൽ പോയി റെസ്റ്റ് എടുത്ത് അങ്ങനെ രാത്രി ഇറങ്ങാമെന്നുള്ള പരിപാടിയായിരുന്നു. ഇതാണ് നമ്മളുടെ ഒരു റൂമൊക്കെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള, അത്യാവശ്യം നല്ല ക്ലീനും എല്ലാം കൊണ്ടും നല്ല രസമുള്ള റൂമൊക്കെ ആയിരുന്നു. ഇവിടെ ഒരു ബാൽക്കണിയൊക്കെ ഉണ്ട്. സാപ്പയിൽ കുറച്ച് ഉള്ളിലേക്ക് ഒരുപാട് നല്ല വ്യൂ ഉള്ള ഹോസ്റ്റൽസും ഹോട്ടൽസും ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ സെന്ററിൽ തന്നെ എടുക്കാനുള്ള മെയിൻ കാരണം എന്താ വെച്ചാൽ ട്രാൻസ്പോർട്ടേഷൻ കുറച്ച് ഈസി ആവാൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത് കുറച്ച് ബഡ്ജറ്റ് ട്രിപ്പ് ആയതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഇപ്രാവശ്യം നമുക്ക് സെന്റർ തന്നെ എടുക്കാം, ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് കുറച്ച് ഉള്ളിലേക്ക് നോക്കാം. അങ്ങനെ നൈറ്റ് നമ്മൾ പുറത്തിറങ്ങി ലൈറ്റൊക്കെ ഉള്ള സാപ്പ സെൻറ്ററിൽ വന്നു. ഈ ഒരു സ്ക്വയറിൽ കുട്ടികളും വലിയവരും ഒക്കെ വണ്ടി ഓടിച്ച് കളിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ വെറുതെ വന്നിരുന്നാൽ തന്നെ നല്ല രസമാണ്, നല്ല സമാധാനം കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഈ കാണുന്നതാണ് സാപ്പ സൺ പ്ലാസ. ഇവിടെ നിന്നാണ് ഫാൻസി പാനിലേക്കുള്ള ട്രെയിനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ തിരിച്ച് നടത്തമൊക്കെ കഴിഞ്ഞ് വീടെത്തി യൂനോ കളിയും പിന്നെ ഇന്നത്തെ എക്സ്പെൻസ് കൂട്ടലും അങ്ങനത്തെ കണക്കും പരിപാടികളൊക്കെ ആയിട്ട് ഇന്നത്തെ ഫസ്റ്റ് ഡേ കഴിഞ്ഞു.